ബീച്ച് വെച്ച് കണ്ടതാണ്. അതെ അതെ. അതിനുശേഷം എങ്ങനെ പോയി ആ 2 ആഴ്ചക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? നല്ല മുന്നേറ്റം അല്ലേ? നല്ല മുന്നേറ്റം. വളരെ സുഖകരമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഒരു കുഴപ്പമില്ലാതെ വളരെ ശുഭപ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ പോകും. കൂടുതൽ ആത്മവിശ്വാസം കിട്ടി. ഓ പിന്നെ കരുത്താർജിച്ചു ആണല്ലേ. അപ്പൊ ഇതിപ്പം സ്ഥാനാർത്ഥിയെ കണ്ടില്ല. സ്ഥാനാർത്ഥി വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, എനിക്കൊന്ന് 8 മണിയോടുകൂടി അല്ലേ? ഓക്കെ, അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലാണ് ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള പാനൂരിലെ തീർച്ചയായിട്ടും അത് ജില്ലയിൽ ഞങ്ങളുടെ റിപ്പോർട്ട് ഇപ്പൊ വരികയായിരുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പാർട്ടി നിലപാട് തള്ളി. റിപ്പോർട്ടിൽ പറയുന്നത് പോലീസ് പറഞ്ഞിരിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാർ തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. തെളിവ് നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോംബ്. നിങ്ങൾ നേരത്തെ പറഞ്ഞാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിന്റെ ദിവസം അവിടെ ഒരു കൊലപാതകം ഉണ്ടായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പാനൂർ ഒരു ചർച്ചാ വിഷയമാവോ? ഉറപ്പ്. പാനൂര് മാത്രമല്ല, സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ജില്ലയിലെ ജനങ്ങൾ. ജില്ലയിൽ നല്ല എല്ലാ സ്ഥലത്തും വീട്ടിലായാലും നാട്ടിലായാലും സമാധാനം. അതിന് ഭംഗം വരുത്തുന്ന വിധത്തിലാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. എത്ര പ്രവർത്തകന്മാരാണ് ഇതുപോലെ ബോംബ് പൊട്ടി മരണപ്പെട്ടത് എന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഒന്ന് ആലോചിക്കേണ്ടതാണ്. എത്ര ജനങ്ങളെ ഇങ്ങനെ കൊലക്ക് കൊടുത്തുകൊണ്ട് ഓരോ കുടുംബങ്ങളെയും അനാഥമാക്കിക്കൊണ്ടുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തനം ആർക്ക് വേണ്ടിയിട്ടാണ്? പാർട്ടിയേക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തകന്മാരെ കുരുതി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, അതാണ് കണ്ണൂരിലും ചർച്ചാ വിഷയമാകും. പാനൂരിലെ ബോംബ് സ്ഫോടനം കണ്ണൂരിലും ചർച്ചാ വിഷയമാകുമെന്നാണ് DCC പ്രസിഡന്റ് മാർട്ടിൻ അടക്കമുള്ളവർ പറയുന്നത് അല്ലേ? കേരളം ആകെ ചർച്ചാ വിഷയം. ഓക്കെ, അപ്പോൾ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ കെ സുധാകരൻ അടക്കം എത്തും, MV ജയരാജൻ എത്തും, രഘുനാഥും അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം എത്തിച്ചേരും. മന്ത്രിയും ഇവിടെ ഈ കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും.